ഒരിക്കലും നിന്നെ വഞ്ചിച്ചിട്ടില്ല. പലപ്പോഴും നിന്നോട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ വിശ്വാസത്തിലെടുക്കാൻ ദേവിക്ക് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? തകർന്നു നിൽക്കുന്ന എനിക്കറിയാം. അതിന്റെ വിഷമത്തിലാണ് അമ്മ ഇപ്പൊ എന്നെ ശകാരിച്ചതെന്നും എനിക്ക് മനസ്സിലാവും. അമ്മേ, നിയമത്തിന് മുൻപിൽ നന്ദുവിനെ എത്തിക്കുന്നത് രഹസ്യങ്ങൾ തെളിയിക്കാനും സത്യങ്ങൾ പുറത്തു വരാനുമാ. ഹരിയങ്ങളിന് ഇപ്പോഴും സംശയമുണ്ട്. ഈ കൊലപാതകത്തെ സംബന്ധിച്ച് നന്ദു പറയുന്ന ഒന്നും പൂർണ്ണമല്ലെന്ന്. ചിലപ്പോ നന്ദു ഒരു ചതിയിൽ പെട്ടത് തന്നെ ആവാം. നന്ദു ഒന്നും വ്യക്തമായിട്ട് വെളിപ്പെടുത്താത്ത സ്ഥിതിക്ക് നിയമം ചോദിക്കട്ടെ. നമുക്കത് ഗുണമായിട്ടേ വരൂ അമ്മേ. പിന്നെ കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചതില് അമ്മയ്ക്ക് ഒരു പങ്കുണ്ട്. മകനോട് അമ്മയ്ക്കുള്ള വാത്സല്യമൊക്കെ മനസ്സിലാക്കാം. പക്ഷെ എത്ര വാത്സല്യമായാലും കുറ്റങ്ങൾ ഒളിച്ചു വെക്കാൻ കൂട്ടുനിന്നിട്ടാവരുത് മാതൃസ്നേഹം കാണിക്കാൻ. എല്ലാം കഴിഞ്ഞ അവസാനം ദുഃഖം സഹിക്കാൻ വയ്യാതെ ആണെങ്കിൽ പോലും കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയെ കൊണ്ടിട്ടിട്ട് കാര്യമില്ലമ്മേ. കാര്യങ്ങൾ സ്വയം പരിശോധിക്കുക കൂടി വേണം. പിന്നെ നന്ദുവിനോടുള്ള പകയുടെ കാര്യം അമ്മ പറഞ്ഞു. ഇസബലിനെ കുറിച്ചൊക്കെ അമ്മ സൂചിപ്പിച്ചു. പകയുണ്ടായിരുന്നമ്മേ. ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്കൊപ്പം ഒരു റിസോർട്ടിൽ കണ്ട ഏത് സ്ത്രീക്കാ പക തോന്നാതിരിക്കുന്നെ? എനിക്കും പക തോന്നി. എന്റെ പ്രതികാരം ഞാൻ വീട്ടുകയും ചെയ്തു. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പടി ഇറങ്ങിക്കൊണ്ട്, താലി കെട്ടിയ ആളെ മനസ്സിൽ നിന്നും അകറ്റിക്കൊണ്ട്. അത് കഴിഞ്ഞു. ഇപ്പൊ നന്ദു എന്റെ ശത്രുവോ മിത്രമോ അല്ല. അങ്ങനൊരാളിനോട് എനിക്കെന്തിനു പക തോന്നണം? ഞാനിതിന്റെ പിന്നിൽ നിൽക്കുന്നത് ചന്ദ്രത്തിന് വേണ്ടിയാ, അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടിയാ. ഈ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, നീ ഇടപെടണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞ ആ നിമിഷം ഞാൻ പിന്മാറും. മോളെ, നീ വേണം, നീ കൂടെ വേണം. നീ ഇല്ലാതായതിന്റെ തിരിച്ചടികളാ ഈ കുടുംബം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ചന്ദ്രത്ത് വേണം മോളെ. ഒപ്പം നീ നന്ദന്റെ കൂടെ നിൽക്കണം. അമ്മ പറഞ്ഞതൊക്കെ മറക്കണം. ഒരു വെപ്രാളത്തില് അമ്മ എന്തൊക്കെയോ പറഞ്ഞു പോയി. നീ ക്ഷമിക്കണം. അമ്മേനോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. അമ്മ ചെയ്തത് എന്തായാലും അങ്ങനെ പൊറുക്കാൻ പറ്റാത്ത തെറ്റായിട്ട് ഞാൻ കാണില്ല. അമ്മ വിഷമിക്കാതെ. ഞാനിപ്പോ ഇറങ്ങട്ടെ. ഞാൻ നാളെ വരാം. ശരി അമ്മ. ഇതാര്? ശാരിക? ഇതെന്താ, ഇങ്ങോട്ടായിട്ട് വന്നാണോ അതോ ഈ വഴി പോയപ്പം കയറിയതോ? ഞാൻ രജനെ വിളിക്കാം. അത് ഗിരീഷേട്ടാ, ഞാൻ ഗിരീഷേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്താ ശാരിക?
നന്ദേട്ടനെ കുറിച്ചാ. പറ. നന്ദേട്ടനെ നാളെ പോലീസിൽ ഹാജരാക്കല്ലേ? അതെ. നന്ദേട്ടനും ദേവികേച്ചിക്കും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്നൊരു തോന്നൽ. അത് ഗിരീഷേട്ടനോട് പറയാൻ വന്നതാ. എനിക്ക് മനസ്സിലായില്ല ശാരിക. അല്ല, ചിലപ്പോ വെറും തോന്നലാവാം. ദേവിയേച്ചിക്കും നന്ദേട്ടനും ധാരാളം ശത്രുക്കളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോ. ആർക്കും മനസ്സിലാവാത്ത തരത്തിലാ ഓരോന്നും നടക്കുന്നേ. എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുള്ള പോലെ മനസ്സ് പറയുന്നു. എന്താ ശാരികയ്ക്ക് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും സൂചന വല്ലതും കിട്ടിയോ? ഏയ്, അങ്ങനെ സൂചനയൊന്നുമില്ല. ചില സാധ്യതകൾ ഞാൻ തന്നെ ചിന്തിച്ചതാ. ആ അരുന്ധതി മാഡമൊക്കെ ചന്ദ്രത്ത് ഒന്ന് ബഹളം ഉണ്ടാക്കിയതല്ലേ. നാളെ നന്ദേട്ടൻ പോലീസ് കീഴടങ്ങുന്നതും അവർക്കറിയാം. മകനെ കാണാതായ ഒരു അമ്മ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? മകനെ കൊന്നയാൾ നിയമത്തിന് മുന്നിലെത്തുന്നു, നല്ല കാര്യമല്ലേ? നന്ദനോട് ശത്രുതയുള്ള എല്ലാവരും സന്തോഷിക്കേ ഉള്ളൂ. പോലീസ് കസ്റ്റഡിയിലേക്കല്ലേ നന്ദൻ പോകുന്നത്? ഗിരീഷേട്ടൻ പറയുന്നതൊക്കെ നേരാ. എന്നാലും എനിക്കെന്തോ ഒരു പേടി. ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ശാരിക കണ്ടിരുന്നോ? ഏയ് ഇല്ല, എനിക്കങ്ങനെ ആരെയും അറിയില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു പേടി പറഞ്ഞതാ. ഗിരീഷേട്ടൻ്റെ ഒരു ശ്രദ്ധ വേണം ചേച്ചിയുടെ അടുത്ത്. എന്തായാലും ശാരികയുടെ ഈ കരുതൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശാരിക പേടിക്കണ്ട, നന്ദനയും ദേവികയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നോക്കിക്കോളാം. ആ ത്യാഗരാജനൊന്നും സ്ഥലത്തില്ലല്ലോ അല്ലേ? ഏയ് പേടിക്കാതെ ശാരിക, വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാ ആ രീതിയിൽ മനസ്സിലാക്കാനും പെരുമാറാനും കൈകാര്യം ചെയ്യാനും ഗിരീഷേട്ടനെ പോലെ ഒരാളുള്ളത് ഞങ്ങൾക്ക് ആശ്വാസാ. വലിയൊരു പ്രശ്നത്തിന്റെ നടുവിൽപ്പെട്ട് നിൽക്കുക ചേച്ചി. സപ്പോർട്ടില്ലെങ്കിൽ ചിലപ്പോ. ഇതുപോലെ കരുത്തുള്ള ഒരു അനിയത്തിക്കുട്ടി ഉള്ളപ്പോ ദേവിക സേഫ് അല്ലേ? രജനി, ശാരിക എന്നെ കാണാൻ വേണ്ടി വന്നതാ. നീ ഒരു കാര്യം ചെയ്യ്, അവൾക്ക് ചായ എടുക്ക. ഗിരീഷേട്ടാ, എനിക്കൊന്നും വേണ്ട. രജനി ചേച്ചി, ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖം. എല്ലാരും കൂടി എന്റെ അനിയനെ ജയിലിൽ കയറ്റാൻ പോകുന്നു, എന്നിട്ട് ചോദിക്കുന്നു സുഖം അല്ലേന്ന്. രജനി ചേച്ചി, ഈ കേസിൽ ഞങ്ങൾ ആരും ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ബന്ധമേ ഇല്ല. എന്നിട്ടും ഞങ്ങൾ ഇതിന്റെ പിറകെ നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാ. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ സഹായം വേണ്ട. ലക്ഷങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും ശരി, ഞങ്ങൾ ഒരു വക്കീലിനെ വെക്കും, നന്ദനെ പുറത്തു ഇറക്കും. MLA യുടെ മന്ത്രിയുടെ കാല് പിടിക്കാൻ വരുമെന്ന് ആരും കരുതണ്ട. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവില്ലടി. ഗിരീഷേട്ടാ, ഞാൻ ഇറങ്ങാം. ശരി ചേച്ചി. നീ ദേഷ്യപ്പെട്ട് പോകാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ അനിയൻ ജയിലിലേക്ക് പോകുന്നു, അതിന്റെ വിഷമം കാണിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? സ്വാതന്ത്ര്യം, ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പിന്നെ സംസാരിക്കാം. ശാരിക, എല്ലാം പറഞ്ഞ പോലെ തന്നെ. നീ ചെന്നു. അവളുടെ ചേച്ചിയുടെ അഹങ്കാരം പോലെ തന്നെ അവക്കുണ്ട്. ആക്ഷേപിച്ച് ഇറക്കി വിട്ടതുപോലെയല്ല അവളുടെ പോക്ക്. ഡ്രാമയാ. ശാരികയല്ല, നീ എന്നെ ആക്ഷേപിച്ചത്. നിന്റെ സഹോദരന്റെ കാര്യങ്ങൾ പറയാൻ ആ പാവം വന്നത്. നന്ദനെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ. ഇനിയിപ്പോ എന്തിനു വന്നതായാലും ശരി, ഇങ്ങനെയാണോ വീട്ടിൽ വരുന്ന ഒരാളോട് പെരുമാറുന്നത്? ദേവികയോട് ദേഷ്യം ഉണ്ടെങ്കിൽ ദേവികയോട് കാണിക്കണം. ഗിരി, ഞാൻ ആകെ തകർന്നു നിൽക്കുവാ. നീ മാത്രമല്ല, എല്ലാവരും നന്ദനെ പറ്റി ആലോചിച്ച് തകർന്നു തന്നെ നിൽക്കുന്നത്. അതുമല്ല, കാര്യമില്ലാതെ അല്ല അവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരാളെ കൊന്നിട്ടാ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെയൊന്നും പറയാതെ ഗിരി. ശാപം പിടിച്ച കുടുംബമാണെന്ന് തോന്നുന്നു ഞങ്ങളുടേത്. കൊന്നൊഴിയുമ്പോ വേറൊന്ന്.
ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. എന്തു പറ്റി അമ്മേ? നീ അറിഞ്ഞില്ലല്ലേ, നന്ദൻ നാളെ പോലീസിൽ ഹാജരാവുവാന്ന്. ഇതോടെ അവസാനിക്കുമല്ല. നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലേ ഞാൻ. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? അമ്മ സമാധാനിക്ക്. നന്ദനെ പോലീസിൽ ഏൽപ്പിക്കുന്നതിലല്ലേ അമ്മയ്ക്ക് വിഷമമുള്ളൂ. നാളെ അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പോരെ? പക്ഷെ അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. ഹരിയും സിദ്ധാർത്ഥനും ദേവികയും കൂടി നന്ദനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്ന. ഇല്ലമ്മേ, അമ്മ പേടിക്കാതെ. അവൻ പോലീസിലോ കോടതിയിലോ ഒന്നും പോവില്ല. സത്യമാണോ നീ പറയുന്നേ? സത്യമാണ്. അവനെ അങ്ങനെ രക്ഷപ്പെട്ട് കളയാൻ ഈ ഋഷി സമ്മതിക്കോ? നീ എന്തായി പറയുന്നേ? അവൻ നിയമത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ എന്റെ കണക്കൂടലെല്ലാം തെറ്റില്ലേ? ഞാൻ ഉദ്ദേശിച്ച കാര്യം പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ കളി മാറ്റും. ഇനി അവന്റെ വിചാരണയും കോടതിയും എല്ലാം എന്റെ മുന്നിലായിരിക്കും. ശിക്ഷ വിധിക്കുന്നതും ഞാനായിരിക്കും. എന്താടാ? ഇന്നത്തെ രാത്രി കൂടി നന്ദൻ അച്ഛനമ്മമാരോടൊപ്പം ചന്ദ്രോത്ത് കഴിയട്ടെ. നാളെ അവൻ എന്റെ കസ്റ്റഡിയിലായിരിക്കും. നീ ഇനി ഓരോ കുഴപ്പത്തിലേക്കാ പോകുന്നേ. ഇത് ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ സമ്മതം ഒന്നും എനിക്ക് വേണ്ട. അവനെ പൊക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഋഷി, നാളത്തെ സൂര്യോദയത്തിന് നല്ലത് കേട്ടുണരാൻ അമ്മ പ്രാർത്ഥിച്ചോ. ഗുഡ് നൈറ്റ്. ഡാ, തങ്കച്ച, അധികം ആളുകളൊന്നും വേണ്ട. വളരെ സൈലന്റ് ആയിട്ട് സംഗതി ഓപ്പറേറ്റ് ചെയ്യണം. വേണ്ട വേണ്ട, 11 മണി കഴിഞ്ഞിട്ട് സ്ഥലത്തെത്തിയാൽ മതി. പിന്നെ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. മതി, പറഞ്ഞ സ്ഥലത്തെത്തിയാൽ മതി. നമുക്ക് രാവിലെ നേരിട്ട് കാണാം. ദേ, ഒരു പോറൽ പോലും പറ്റാതെ കാര്യങ്ങൾ നടക്കണം. അതിപ്പം നിവൃത്തിയില്ലെങ്കിൽ ചെയ്തോ. മതി, ഇനി വിളിക്കണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാണാം. അല്ല, ടീമൊക്കെ സിറ്റി തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ, അപ്പോ ഇപ്പൊ തന്നെ എല്ലാവരെയും റെഡിയാക്കി നിർത്തണേ. ബൈ. എന്താ ബെല്ല, ഞാനറിയാം നീ എന്തോ പണിയൊപ്പിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല, ഒരു തല്ല് കേസ്. സംഗതി കഴിഞ്ഞിട്ട് കാര്യം അറിഞ്ഞാൽ മതി. തല്ല് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലിസ്റ്റിലുള്ള ആരെങ്കിലും ആണോ? ലിസ്റ്റിലുള്ളത് തന്നെ, പക്ഷേ അതാരാണെന്നറിഞ്ഞാ നീ ചിലപ്പോൾ ഉടക്കും. അതുകൊണ്ട് ചോദ്യവും ഉത്തരവും ഇക്കാര്യത്തിലില്ല. കീരിത്തങ്കച്ചൻ കാര്യം സാധിച്ചു വരട്ടെ. മോളെ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലമ്മേ. ഞാൻ അച്ഛന് കഞ്ഞി കൊടുത്തിട്ട് വരാം. ആ ശരി, അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. 2 വിസിൽ കേൾക്കുമ്പോ ഓഫാക്കണേ. ശരി. ആ ശരിയെന്ന് പറഞ്ഞിട്ട് മറന്നോന്ന് പറ, നിന്നെ ഞാൻ ശരിയാക്കും. എന്താടി ചേച്ചി ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടി? ചേച്ചിക്ക് ദേഷ്യം വരരുത്. ദേഷ്യത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ കാര്യം പറ. ചേച്ചിയുടെ ഉള്ളിൽ നന്ദേട്ടൻ ഇപ്പോഴും ഒരു സ്ഥാനമില്ലേ? എന്തേ ചേച്ചി ഉത്തരം പറയാത്തെ? നന്ദേട്ടൻ ഇപ്പോഴും ചേച്ചിയുടെ മനസ്സിലൊരിടം കൊടുത്തിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഋഷിയുടെ കേസിൽ ചേച്ചി നന്ദേട്ടന് വേണ്ടി നിൽക്കുന്നേ? നീ പറയുന്നത് ശരിയാ. നന്ദുവിനൊരു സ്ഥാനമുണ്ട്. അതെങ്ങനെയാന്നറിയോ? നന്ദു എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരാളല്ലേ? പ്രത്യേകിച്ചും എന്നോട് ഏറ്റവും അടുത്ത് നിന്ന ആൾ. എന്റെ മണ്ഡലത്തിലെ ഏതൊരു വ്യക്തിയുടെ പ്രശ്നത്തിലും
ഞാൻ ഇടപെടും. നന്ദുവിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടണ്ടേ? ദേ ഒറ്റ കുത്തു വെച്ചെന്നാളുണ്ടല്ലോ. ചേച്ചി അസല് രാഷ്ട്രീയക്കാരിയാ. വന്നിപ്പോ ഏത് ചോദ്യത്തിന് ഉത്തരം റെഡിയാ. ചേച്ചി എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറിയാലും ശരി, എനിക്കറിയാം ചേച്ചി ഇപ്പോഴും നന്ദേട്ടനെ പഴയ നന്ദേട്ടനായി തന്നെ അംഗീകരിക്കുന്നു. ഇല്ല ശരി, നന്ദു ഇപ്പൊ എനിക്ക് പഴയ നന്ദുവും പുതിയ നന്ദുവൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് നന്ദു ഒരു പരിചയക്കാരൻ മാത്രം. ഇസബെല്ലയും നന്ദുവിനെയും ഹോം സ്റ്റേയിൽ വെച്ച് കണ്ടത് മരിക്കുന്നത് വരെ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. ഞാനല്ല, ഭൂമിയിൽ ഒരു പെണ്ണും സഹിക്കാത്ത കാര്യം അത്. വേണ്ട, അതൊന്നും ഓർക്കണ്ട. നമുക്ക് വേറെന്തെങ്കിലും പറയാം. അതെ, അങ്ങനെ ചിന്തിച്ചാ മതി ചേച്ചി. നമ്മളോട് അടുത്ത് നിൽക്കുന്ന ചിലര് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും, ചിലപ്പോ കരയിപ്പിക്കും. അപ്പൊ തോന്നും ഇനി ആ ആള് നമ്മുടെ ജീവിതത്തിലേ വേണ്ടാന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ നമ്മളറിയാതെ ആ ആളുടെ സാമീപ്യം കൊണ്ട് അനുഭവിക്കുന്ന ചെറിയൊരു ആശ്വാസം നമ്മുടെ ആ പഴയ തീരുമാനത്തെ മാറ്റാൻ പ്രേരിപ്പിക്കും. പഴയതൊക്കെ മാറ്റാൻ നിർബന്ധിപ്പിക്കും. അങ്ങനെയാ ഭൂരിഭാഗം പെണ്ണുങ്ങളും കര കയറി വന്ന കയത്തിലേക്ക് തിരിച്ചു പോകുന്നത്. നീ ഇതൊക്കെ എങ്ങനെയാ പഠിക്കുന്നേ? അത് പുസ്തകങ്ങളിൽ നിന്ന്. പല സ്ത്രീകളുടെ അനുഭവങ്ങളാ അവരുടെ രചനകൾ. കുക്കർ അയ്യോ, ഞാനിപ്പോ ഓഫ് ചെയ്യാം. നിന്നെ ഇന്ന് ഞാൻ ഓഫ് ചെയ്തു. അമ്മേ വേണ്ട, അവൾ എന്നോട് സംസാരിച്ചിരുന്നപ്പോ മറന്നുപോയതാ. ആഹാ, അങ്ങനെ ഇങ്ങ് മറക്കാൻ പാടുണ്ടോ? മോളെ, നാളെ വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നന്ദൻ ജയിലിലാവും. ആ ഒരവസ്ഥയെ നേരിടാൻ തയ്യാറായിരിക്കണം നീ. തകർന്നു പോരുത്. പുറമെ എത്രയൊക്കെ ധൈര്യം അഭിനയിച്ചാലും ആ ഒരു നിമിഷം ചിലപ്പോൾ തളർന്നു പോവും. നീ വീണു പോരുത്, പിടിച്ചു നിൽക്കണം. എന്നെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഞാൻ നല്ല ധൈര്യത്തിലാ നിൽക്കുന്നെ.